السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. മഹാനായ അഹ്മദ് ബിൻ അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ തങ്ങളുടെ ഹിക്മുൽ അത്താഇയ്യ അടുത്തൊരു ഹിക്മത്ത് അൽ ഹുസ്നു അലാ ഫിഖ്ദാനി ത്വഅ മഅ അദമിൻ നുഹൂദി ഇലൈഹാ മിൻ അലാമാത്തിൽ ഇഗ്തിറ. നമ്മൾ മുമ്പ് സംസാരിച്ചതാണ് ഈ വിഷയം. അർറജാഉ നാട്ടം അർറജാഉ മാ ഖാറനഹുൽ അമലു വ ഇല്ലാ ഫഹുവ ഉംനിയ. അൽ ഹുസ്നു അലാ ഫിഖ്ദാനി ത്വഅ, ഒരു തോഴത്ത് നഷ്ടപ്പെട്ടതിൻ്റെ മേലിൽ ഇങ്ങനെ ദുഃഖിക്കുക. അദമിൻ നുഹൂദി ഇലൈഹ, എന്നാലും അവൻ തോഴത്ത് ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നൊന്നുമില്ല. ചെയ്യാനൊരുമ്പെടാതെ തോഴത്ത് നഷ്ടപ്പെട്ടു, നന്മ നഷ്ടപ്പെട്ടല്ലോ എന്ന് ദുഃഖം മാത്രമേ ഉള്ളൂ. അത് യഥാർത്ഥത്തിലുള്ള ദുഃഖമല്ല. അത് മിൻ അലാമാത്തിൽ ഇഗ്തിറാർ, അവൻ വഞ്ചിതനായി എന്നതിൻ്റെ അടയാളമാണ്. പറഞ്ഞതാണ് മുമ്പ്. ഒരു അമല് നഷ്ടപ്പെട്ടാൽ അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ അത് ചെയ്യലാണ്. അതേ രൂപത്തിൽ തന്നെ അടുത്ത ഹിക്മത്തും റജാ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? മാ ഖാറനഹു അമലുൻ. അള്ളാഹുവിലുള്ള റജാ എന്ന് പറഞ്ഞാൽ ആ റജാവിൻ്റെ ഒപ്പം പ്രവർത്തനം വരണം, അപ്പോഴേ ഈ റജാ ആവുള്ളൂ. അല്ലെങ്കിൽ ഉംനിയ, അത് വെറുതെ അള്ളാഹുവിൻ്റെ മേലിൽ ഇങ്ങനെ ഓരോന്ന് ആഗ്രഹിക്കുന്ന പോലെ. റജാ എന്ന മംദൂഹായ സിഫത്ത്, ആ വിശേഷണം, അതെപ്പോഴാണ്? അള്ളാഹുവിനോടുള്ള മഹബ്ബത്തോടെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതേ സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നമ്മൾ പ്രതീക്ഷ വെക്കുന്നു. ഈ സമയത്താണ് അതാണ് റജാ. ഇല്ല, നമ്മളെ പാട്ടിനെടുക്കുക, തിന്മകൾ അല്ലെങ്കിൽ വൈകേട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ റജാ എന്നുള്ളത് അത് ഉംനിയത്താണ്. വതമന്നാ അലല്ലാഹിൽ അമാനി എന്ന് റസൂൽ പറഞ്ഞില്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ചിന്തിച്ചാൽ കിട്ടും, തോഴത്ത് നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. അൽ ഹുസ്നു അലാ ഫിഖ്ദാനി ത്വഅ. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്തിൻ്റെ മേലാണ് ദുഃഖിക്കണത്? തോഴത്ത് നഷ്ടപ്പെടുക എന്നുള്ളതാണ് അവൻ്റെ പ്രശ്നം. രോഗം, അസുഖം അതാണ്. ആ അസുഖം ഭേദമാവാനുള്ള മാർഗ്ഗം ഏതാ? അമലാണ്. തോഴത്ത് നഷ്ടപ്പെട്ടതിൻ്റെ മേലിൽ ദുഃഖിക്കുന്നു, അതിനുള്ള പരിഹാരം എന്താ? ശരിക്കും അമലാണ്. ആ ദവാ ഇല്ലാതെ, പ്രതിപ്രവർത്തനമില്ലാതെ വെറും ദുഃഖം എന്നുള്ളത് അത് ഇഗ്തിറാറിൻ്റെ മേലിലാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ദുഃഖം, ഒരു അമല് നഷ്ടപ്പെട്ടതിൻ്റെ മേലുള്ള ദുഃഖം, അത് അമലിലാണ് പ്രേരിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹുവതആലയിലേക്ക് കൂടുതൽ അടുക്കാനുള്ള കാരണമാണ് ആകേണ്ടത്. കൂടുതൽ അടുക്കുക. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഉഖൂബത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള പേടി അള്ളാഹുവിലേക്ക് അടുക്കാനാണ്. നമ്മൾ സാധാരണ സൂഫികളൊക്കെ പറയാറുണ്ട്, മൻ ഖാഫ ശൈഅൻ ഹറബ മിൻഹു വമൻ ഖാഫ അല്ലാഹ ഹറബ ഇലൈഹി. നമ്മളൊരു വസ്തുവിനെ പേടിച്ചാൽ ആ വസ്തുവിൽ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുക, അല്ലേ? ഒരാളെ നമ്മൾക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് നമ്മൾ മനുഷ്യൻ്റെ അടുത്തേക്ക് പോവാതിരിക്കുകയാണ് ചെയ്യുക. എന്നാൽ അള്ളാഹുവിൻ്റെ ഖൗഫ് മനുഷ്യനെ പ്രേരിപ്പിക്കേണ്ടത് അള്ളാഹുവിലേക്ക് ഓടാനാണ്, അള്ളാഹുവിലേക്ക് എടുക്കാനാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം. അപ്പോൾ റിസൾട്ടില്ലാത്ത വെറും വാക്കുകൾ അല്ലെങ്കിൽ വെറും തേട്ടങ്ങൾ ഒന്നിനും കൊള്ളാത്തതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞതാണ്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്. കയ്യിസ് എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. അമൽ വേണം. അമൽ ബഅദൽ മൗത്ത്, ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള അമൽ ഉണ്ടാകുമ്പോഴാണ് ബുദ്ധിമാനാകുന്നത്. ഇല്ലെങ്കിലോ വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു, അവൻ്റെ സ്വന്തം കാര്യത്തിൽ ഇങ്ങനെ നടക്കും, ഇച്ഛകൾക്കനുസരിച്ച് നടക്കുമ്പോൾ തമന്നാ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ ഓരോ ആഗ്രഹങ്ങൾ. അപ്പോൾ ആ ഉമ്മിയത്തിലേക്ക് ഒതുങ്ങാൻ പാടില്ല ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ. ഏത് കാര്യങ്ങളും അങ്ങനെയാണ്. ഈ ഖൗഫായാലും റജാ ആണെങ്കിലൊക്കെ അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് ഞാൻ നിസ്കരിക്കാത്തത് എന്നുള്ളൊരു സാധനം ഒരിക്കലും ഒരു മുഅ്മിനിൻ്റെ ചിന്തയല്ല. എന്നാലോ അള്ളാഹു റഹീമല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാത്തത് എന്നതും ഒരു മുഅ്മിൻ്റെ നിലപാടല്ല. അനൈന്ദ ലന്നി അബദീബി, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചിട്ടുള്ള സംസാരങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ രണ്ട് തരം ആളുകളാണ് ഉണ്ടാവുക. ഇതിങ്ങനെ കേൾക്കുന്നതിനനുസരിച്ച് തഖ്വ ഇങ്ങനെ കൂടുന്ന ആളുകളുണ്ടാകും.
തഖ്വ അങ്ങനെ കൂടുന്ന ആളുകളുണ്ടാവും. അള്ളാഹു അത്രക്കും റഹീമാണല്ലേ, അള്ളാഹു അത്രക്കും ലത്തീഫാണല്ലേ, അള്ളാഹു ഗഫൂറാണല്ലേ എന്ന വിശേഷണങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ അതിനനുസരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആളുകളുണ്ടാവും. അതാണ് യഥാർത്ഥ ഒരു മുഅ്മിൻ്റെ അലാമത്ത്. അള്ളാഹു റഹീമാണല്ലേ, എന്നാൽ പിന്നെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നത് ഒരു മുഅ്മിൻ്റെ അടയാളമല്ല. ഏത് സാധനമാണ് അങ്ങനെ തന്നെയാണ് ശരിക്ക്. നമ്മൾക്കൊരാളോട് യഥാർത്ഥത്തിലുള്ളൊരു മഹബത്ത് അല്ലെങ്കിൽ ഒരു ബഹുമാനം, സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തോട് കൂടുതൽ അടുക്കാനാണ് ശ്രമിക്കുക. നമ്മൾ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്താൽ അദ്ദേഹം ഒന്നും പറയില്ല, എന്നാലും അദ്ദേഹം കാണുന്ന അവസ്ഥയിൽ നമ്മളത് ചെയ്യൂല. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. നമ്മൾ ഓരോ വ്യക്തികൾക്കും താൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ താൻ ബഹുമാനിക്കുന്ന ആളുകൾ വ്യത്യസ്തമായിരിക്കും. അത്ര നമ്മൾ ഏറ്റവും ഒരു ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് കാണുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം ഒന്നും നമ്മളോട് പറയില്ല, ചിലപ്പോൾ കണ്ടു നിൽക്കുകയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടില്ല. അങ്ങനെയാണെങ്കിലും അദ്ദേഹം കാണുന്ന അവസ്ഥയിൽ നമ്മളൊരു കാര്യം അല്ലെങ്കിൽ ഒരു മര്യാദക്കേട് ചെയ്യുക എന്നത് നമ്മളിൽ നിന്നുണ്ടാവില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ബഹുമാനം. ഇനി അദ്ദേഹം കണ്ടാലും ഒന്നും പറയില്ലല്ലോ അത് മനസ്സിൽ കരുതിയിട്ട് എന്ത് തമ്മാടിത്തരവും അദ്ദേഹം കാണുന്ന അവസ്ഥയിൽ തന്നെ ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ അടയാളം എന്താ? നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിനെക്കുറിച്ച്, റഹ്മത്തിനെക്കുറിച്ചുള്ള വാചകങ്ങൾ കേൾക്കുമ്പോൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനാണ് അത് സഹായകമാകേണ്ടത്. ഓരോ കാര്യങ്ങളും ചരിത്രങ്ങളും അല്ലെങ്കിൽ റസൂലിൻ്റെ ജീവിതങ്ങളൊക്കെ ഇതിന് തെളിവാണ്. ബദരീങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഓഫർ കൊടുത്തു, അവർക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ ചെയ്ത അല്ലെങ്കിൽ ചെയ്യാനിരിക്കുന്ന ദോഷങ്ങൾ പുറത്തു കൊടുത്തെന്ന് ബദരീങ്ങളെക്കുറിച്ച് അള്ളാഹു ഇറക്കി. അതിനുശേഷം എന്താ അവരുടെ അവസ്ഥ? അവർ കൂടുതൽ തിന്മയിലേക്ക് പോവുകയാണ് ചെയ്തത്? അല്ലൊരിക്കലുമല്ല, അവർ കൂടുതൽ നന്മയിലേക്ക് എത്താനുള്ള കാരണമാവുകയാണ് ചെയ്തത്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് തന്നെ ഹദീസില്ലേ, റസൂലിങ്ങനെ രാത്രി നിസ്കരിച്ചു, അങ്ങനെ ഹത്താ തവർറമത് ഖദമാ, കാലൊക്കെ നീര് കെട്ടി വീർത്തു. രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച് കാല് നീര് കെട്ടി വീർക്കണമെങ്കിൽ അത്രത്തോളം നിസ്കരിച്ചു. അപ്പോൾ റസൂലിനോട് പറയപ്പെടുന്നത് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ എന്നാണ്. റസൂലേ, നിങ്ങൾക്ക് അള്ളാഹു പുറത്തന്നിട്ടില്ലേ മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അപ്പോൾ ദോഷങ്ങൾ പുറത്തു തന്നിട്ടില്ലേ, പിന്നെന്തിനാണ് ചെയ്യണത് എന്നുള്ളതാണ്. അപ്പോൾ റസൂലിന് ആ ദോഷങ്ങൾ പുറത്തു തന്നു എന്നുള്ളത് കൂടുതൽ അമലിനുള്ള പ്രേരകമാണ് ആവുന്നത്. അഫല അകൂനു അബ്ദൻ ശുക്കൂറ, ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഈ ശുക്ർ, ഉബൂദിയത്ത്, മഹബ്ബത്ത് എന്നതൊക്കെയാണ് ഒരു മുഅ്മിനിനെ നയിക്കേണ്ടത്, മുന്നോട്ട് നയിക്കേണ്ടത്. അല്ലാതെ റഹ്മത്തിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അത് അള്ളാഹുവിൽ നിന്ന് പാടെ തെന്നിമാറാനുള്ള, ദൂരേക്ക് പോകാനുള്ള ഒരിതായിട്ട് മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെ മാറരുത്. അപ്പോൾ അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വരിക. അപ്പോൾ നന്മകളുടെ പിന്നാലെ ചെല്ലുക, തിന്മകളിൽ നിന്ന് വിദൂരത്ത് നിൽക്കുക, അതോടൊപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷിക്കുക, എല്ലാം കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് മുഅ്മിൻ്റെ അടയാളം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വഇന്നമൽ ഹിൽമു ബിത്തഹല്ലും വമൻ യതഹറൽ ഖൈറ യുഅത വമൻ യത്തഖി ശർറ യൂഖ. അല്ലേ, ഖൈറിനെ അന്വേഷിക്കുകയാണെങ്കിൽ കിട്ടും, നൽകപ്പെടും. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇൽമാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളാവട്ടെ ചെയ്യുകയാണോ, നൽകപ്പെടും. തിന്മയിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കുകയാണോ, അള്ളാഹുവിനെ മുൻനിർത്തി, സൂക്ഷിക്കപ്പെടും. ഇതാണ് ഒരു മുഅ്മിൻ്റെ നിലപാട് ആവേണ്ടത്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ഇങ്ങനെ ഫിഖ്ദാൻ്റെ മേലിൽ ഇരിക്കുക, ഫിഖ്ദാൻ്റെ മേലിൽ ദുഃഖിച്ചിരിക്കുക എന്നത് മാത്രമാവരുതൊരു മനുഷ്യൻ്റെ നിലപാട്. അത് പ്രവർത്തനങ്ങൾക്ക് പ്രേരകമാകണം.
അതേപോലെ തന്നെ അവസാനം പറഞ്ഞത് റജാ. റജാ ഉണ്ടെന്ന് കരുതി ഇരിക്കല്ല, അത് പ്രവർത്തനത്തിൻ്റെ മേൽ പ്രേരിപ്പിക്കണം. പ്രതീക്ഷ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചുള്ള വചനങ്ങൾ, റജാഇൻ്റെ വചനങ്ങൾ, ഈ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ ഓഫറുകൾ അല്ലേ, സ്വർഗം. ധാരാളം ഹദീസുകളൊക്കെ നമ്മൾക്ക് അങ്ങനെ കാണാം അല്ലേ. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നില്ലേ. അങ്ങനെ പറഞ്ഞാൽ സ്വർഗത്തിൽ എത്തുന്നുള്ള ഇത് പറഞ്ഞാൽ അതിനെ പരസ്യപ്പെടുത്തുന്നതിനെ തൊട്ട് ഉമർ റളിയല്ലാഹു അൻഹു വിലക്കിയതും മറ്റൊക്കെ അങ്ങനെയൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ റജാഇൻ്റെ വചനങ്ങളാണ് കേട്ടാൽ പിന്നെ അത് എന്നാൽ പിന്നെ എന്തോ ആവല്ലോ എന്നുള്ള ചിന്ത അതിലേക്ക് എത്തൂലേ എന്നുള്ളതാണ് ഉമർ റളിയല്ലാഹു അൻഹു പഠിച്ചത്. അതല്ല യഥാർത്ഥത്തിൽ മുഅ്മിനിൽ നിന്നുണ്ടാവേണ്ടത്. സാദഹും ഈമാന, ഈമാൻ ഇങ്ങനെ അധികരിക്കുകയാണ് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള. സ്വാഭാവികമാണ്, യഥാർത്ഥത്തിലുള്ള മഹബത്താണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, യഥാർത്ഥത്തിലുള്ള ഖുർബാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. സാധാരണ നമ്മൾ വെറും ഒരു മനുഷ്യന്മാരോട് അല്ലെങ്കിൽ നമ്മുടെ മാതാവ് അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ഉസ്താദ് അതിനോടൊക്കെ ഇങ്ങനെ വെച്ച് വയ്ക്കാൻ മതി. എന്ന് പറഞ്ഞാൽ ആ ഉസ്താദ് ഇത്രത്തോളം എന്താണ് അല്ലെങ്കിൽ ഇത്രത്തോളം എന്താണ് അയാൾ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നോറും അദ്ദേഹത്തിലേക്ക് അടുക്കാനും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്കത് പ്രേരകമാവുകയാണ് ചെയ്യുക. നാം ഫഖനല്ലാഹ് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.